ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ നമുക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ നമ്മൾ ഈ അടുക്കളയിൽ ഇങ്ങനെ കടന്നിങ്ങനെ വട്ടം തിരിയണത് കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അടുക്കളയിലത്തെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ 2 ദിവസം ഇപ്പോൾ കല്യാണ വീഡിയോസൊക്കെ ഇട്ട്, അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതാക്കണേ നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ചിക്കണേ. പിന്നെ മീൻ ഞാൻ താഴേക്ക് എടുത്ത് വെച്ചതേനി കേട്ടോ, ബത്തലാണ്. അപ്പോൾ ഇന്നാൾ ഞാൻ പറഞ്ഞില്ലേനോ 1.5 കിലോ ബത്തൽ 100 റുപ്യ കിട്ടിയത്. ആ ബത്തൽ ബാക്കിയുള്ളതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഈ കല്യാണ വീഡിയോസൊക്കെ വന്നുകൊണ്ടാണ് കേട്ടോ നമ്മൾ അപ്ലോഡ് ആക്കാൻ നേരം വൈകിയത്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ച് അതിലാണ് നമുക്ക് കല്യാണമൊക്കെ ഉണ്ടായത്. അപ്പോൾ പിന്നെ ആ വീഡിയോ ഇട്ടിട്ട് നമുക്ക് ഈ വീഡിയോ ഒക്കെ ഇടാലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെ മീനൊക്കെ ഞാൻ പകുതി എടുത്ത് വെച്ചിക്കണേ, പകുതി ഇനി ബാക്കി പിന്നെയും പിടിച്ചിട്ട് തന്നെ വെച്ചിക്കണം കേട്ടോ. ഒക്കെ പാടെ നന്നാക്കാനും വെച്ച, ഒക്കെ പാടെ വെക്കാനും വെച്ച, മക്കൾക്കൊക്കെ സ്കൂളുണ്ട്. അപ്പോൾ കുറച്ച് മതിയല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് വേഗം നന്നാക്കി എടുക്കാണ് കേട്ടോ. അത് എന്തിനാ വെച്ചാൽ രാവിലെ തന്നെ ഒന്ന് മീനാണ് വേഗം നന്നാക്കിയത്, എന്നിട്ടാണ് ചായക്ക് കടി ഉണ്ടാക്കുന്നത് കേട്ടോ. അതെന്താ വെച്ചാൽ ചപ്പാത്തിയാണ് ചൂടുന്നത്. അപ്പോൾ ചപ്പാത്തി മീൻചാറും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചപ്പാത്തി മീൻചാറായ നമ്മളെ മക്കൾക്ക് നല്ല തൃപ്തിയാണ് കേട്ടോ. നമ്മളെ ചപ്പാത്തി പാത്രം കാലിയാണ്, അതെന്നെ അറിയില്ല കേട്ടോ. അപ്പോൾ അതിപ്പം ഏത് മീനായെങ്കിലും കുഴപ്പമില്ല. അപ്പം ഇന്നാൾ ഞാൻ മീൻ വെച്ചപ്പോൾ കുറച്ചുകൂടി മീൻ ചാറ്റിക്ക് ഇട്ടുകൂടേനോ എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ നമ്മളവിടെ മീൻ ചാറ് വെച്ചാൽ നമ്മളെ മക്കൾക്കൊന്നും പറ്റൂല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാക്കണ ഈ ചപ്പാത്തിയൊക്കെ ഞാൻ ചപ്പാത്തി മാവ് നല്ലോണം തിളച്ച വെള്ളം പാർന്നിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് ഓരോ ഉരുളാക്കി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അത് ഞാൻ വട്ട് പിടിച്ചു. പിന്നെ വലിയതൊക്കെ ഉണ്ടെങ്കിൽ വലിയ വട്ടമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ എന്താട്ടെന്ന് അറിയാം, അതൊന്ന് മുറിച്ചിട്ട് പിന്നെ ബാക്കിയില്ല ഒന്നുകൂടെ കൂട്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് കൂട്ടിയിട്ട് ഒരു ചപ്പാത്തിയും കൂടെയൊക്കെ ഉണ്ടാക്കി കൂട്ടാം. ചപ്പാത്തിൻ്റെ വട്ട് ഉണ്ടാക്കിയേക്കും. അങ്ങനെ ഇതാക്കണേ നമുക്ക് ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ വെച്ചാണെങ്കിൽ ചപ്പാത്തി പരത്തുമ്പോൾ ഇഞ്ച കൈയിൻ്റെ പാട്ടിൽ ഒരു സാധനം ഉണ്ടാകാൻ പറ്റില്ല കേട്ടോ, അല്ലെങ്കിൽ വല്ലാത്തൊരടങ്ങേറാം. അപ്പോൾ ഞാൻ അവിടെ ഇവിടെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് നീക്കി വെച്ചിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടീം ചപ്പാത്തി ഇതാക്കണം, പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഉസ്സാറായിട്ട് പരത്തിക്കണം കേട്ടോ. ഇനി നമുക്ക് ചുട്ടോക്കാം എങ്ങനെ ഉണ്ട് എന്നൊക്കെ അറിയാലോ. പക്ഷേ എനിക്കറിയാം കേട്ടോ ചപ്പാത്തി എങ്ങനെ ഉണ്ട് ചുട്ടാൽ എന്നൊക്കെ. അപ്പം നിങ്ങൾക്കും കാണണ്ടേ, അപ്പോൾ കണ്ടോളിട്ടോ. അപ്പം വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ അതൊക്കെ കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻ്റ് ഇടാൻ ഞാൻ പറയണില്ല കേട്ടോ. പറഞ്ഞ് ഞാൻ തോറ്റിക്കണേ, ഇനി ഞാൻ പറയണില്ല. അപ്പോൾ ഇതാക്കണേ ചപ്പാത്തിയൊക്കെ ഇതാ മറിച്ചിട്ട് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ പൊള്ളക്കണുണ്ട് കേട്ടോ. ആദ്യം മാണ്ടേന്നൊക്കെ വിചാരിച്ചിട്ട് പൊള്ളച്ചിട്ട് പിന്നെ ഇതാക്കണം നല്ല ഉസ്സാറായിട്ട് നല്ല ഡബ്ബറും പന്ത് പോലെ, കാരണം മതി ഫുട്ബോൾ പോലെ കേട്ടോ. ഡബ്ബറും പന്തല്ല, നല്ല ഫുട്ബോൾ പോലെ നല്ല ഉസ്സാറായിട്ട് ഇതാക്കണം, പൊള്ളച്ചിങ്ങോട്ട് വന്നിക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടൽ കഴിഞ്ഞിട്ട് നമ്മൾ മീൻചാറ് വെക്കുകയാണ്. കുറച്ച് ഓയിലാട്ടോ പാർന്നിക്കണത്, വെളിച്ചെണ്ണയല്ല കേട്ടോ. കാരണം വെളിച്ചെണ്ണയ്ക്കൊക്കെ പേരും വില മക്കളെ. അപ്പോൾ വെളിച്ചെണ്ണ മാണ്ട വിചാരിച്ചിട്ട് ഒരു തുള്ളിയല്ല കുറച്ച് ഓയിൽ ഉറ്റിച്ചിക്കണേ. അതിക്ക് ഉലുവട്ടെടുത്തു, കടുക് ഇട്ടിട്ടില്ല, വല്ലുള്ളി ഇട്ടു, തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്നാൾ തക്കാളി ഉള്ളിയൊക്കെ വാട്ടിക്കാണ്ട് മിക്സിയിലൊക്കെ അരച്ചുകാണ്ടാണ് ചാറ് വെച്ചിട്ട് നല്ല കോപ്പുണ്ടായിന് കേട്ടോ ആ ചാറിന്. അപ്പോൾ നമ്മളെ മക്കൾക്ക് ഇന്നിപ്പോൾ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഉള്ളിയും തക്കാളിയും വാട്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചതച്ചതും ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ മല്ലി ഒരു പൊടിക്ക് ചേർക്കണുള്ളൂ കേട്ടോ, കുറച്ച്. കാരണം മല്ലി വേണ്ട വിചാരിച്ചിട്ടാണ്. ഇങ്ങനെ പത്തിൽ ചാറക്കുമ്പോഴൊക്കെ ആണെങ്കിൽ മല്ലി പറ്റ കുറക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളവും പാർന്ന് പിന്നെ പുളി നേരം വൈകിട്ടോ വെള്ളത്തിലിടാൻ, അതുകൊണ്ട് തന്നെ നല്ലോണം പിഴിഞ്ഞെടുക്കാൻ ഭയങ്കര പ്രയാസം ഉണ്ടായിന്. കുറേയൊക്കെ പിഴിഞ്ഞ് ഞാൻ എന്താട്ടി അതൈക്കാണ്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതാക്കണേ കുറച്ച് വത്തൽ മീൻ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കാരണം ഞാൻ പറഞ്ഞില്ലേ വത്തൽ മീൻ കുറേ ഇട്ട് കൊടുത്തിട്ട് ഈ ചാറ്റത്തെ മീൻ ഞാൻ മാത്രം നുള്ളി പൊറുക്കി തിന്നണം. അപ്പം പൊരിച്ചതാണെങ്കിൽ നമ്മളെ മക്കൾക്ക് ഓട്ടം ഉണ്ടാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഓർക്ക് പറ്റൂല. അപ്പം മീനത്തത് ഞാൻ മാത്രം തിന്നേണ്ടി എഴുതിയിട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതാക്കണേ കുറച്ച് കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് ഒരു തുള്ളി വെളിച്ചെണ്ണയാണ് പാർന്ന് കൊടുത്താൽ സെറ്റായിട്ടോ. ഇനി അതവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് എന്താട്ടണം, നമ്മൾ കുറച്ച് ബത്തൽ ഇതാക്കണേ പൊരിച്ചാൻ വേണ്ടി മസാല കൂട്ടി വെക്കുകയാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരുള്ളിയൊക്കെ ചതച്ചതും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും പെരിഞ്ജീരകം ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് വെച്ചിക്കണേ. അങ്ങനെ ഇതാക്കണേ നമ്മളെ സനുട്ട മദ്രസ ഇട്ട് നിൽക്കണം കേട്ടോ.
അപ്പോൾ ഓന് ചപ്പാത്തി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ മീൻചാറാണെന്ന് പറഞ്ഞപ്പോൾ ഓൻ പറഞ്ഞു 2 ഇട്ടുള്ളിമാർ, 1 2 എന്നല്ല 3 4 തിന്നിക്കണം കേട്ടോ ചപ്പാത്തി. കാരണം ഞാൻ പറയല്ലേ ഇവർക്ക് മീൻചാറാണ് വെച്ചെങ്കിൽ നല്ല തീർപ്പതിയാണ്. അപ്പോൾ അങ്ങനെ ഇതാക്കണ് ചപ്പാത്തിയിൽ ഞാൻ ചാറൊക്കെ പറഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ ചപ്പാത്തി കിട്ടിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. ചപ്പാത്തി പാത്രമൊക്കെ കാലിയായിട്ടോ. ഞാൻ എന്നും ഉണ്ടാക്കുമ്പം ചപ്പാത്തിയൊക്കെ ബാക്കിയാലാണ്. അപ്പോൾ ഞാൻ കുറച്ച് തോനെ ഉണ്ടാക്കലുണ്ടായി എന്നും. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇച്ച കിട്ടിയതുമില്ല, മക്കൾക്ക് തേഞ്ഞതുമില്ല. പറഞ്ഞാൽ അതാണ് ഇപ്പം ഉണ്ടായത്. ഏതായാലും ജനലും വാക്കൊന്ന് തുറന്നിട്ടിക്കണ്, കാറ്റും വെളിച്ചമൊക്കെ ഒന്ന് കയറിക്കോട്ടെ. അങ്ങനെ നമ്മളെന്താട്ടി ഒക്കെ റെഡിയാക്കിയിട്ട് ഞാൻ മിറ്റടിച്ച് വരാൻ വേണ്ടി ഇറങ്ങിയേക്കണ്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ എല്ലാ പുല്ലൊക്കെ ഒന്ന് കജ്ജോടൊക്കെ ഒന്ന് പറിച്ചെടുക്കണുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ മഴക്കാലമായതുകൊണ്ട് എത്ര പുല്ല് പറിച്ചിട്ടും കാര്യമല്ല മക്കളെ. ഇന്നാണ് പറിച്ചാൽ നാളെ കാണാം പിന്നെ അവിടെ തന്നെ പൊന്തി വന്നിക്കണ്. അങ്ങനെ മിറ്റടിച്ചോരിലൊക്കെ ഇങ്ങനെ പകുതിയായപ്പോൾ നമ്മൾ വൈതരങ്ങമ്മ അങ്ങനെ നോക്കുമ്പോൾ ഒരു 3-4 വൈതരങ്ങ ഉണ്ടായിക്കണം കേട്ടോ. അപ്പം ഞാൻ തൈമ വെച്ച് നിന്നാൽ ചിലപ്പം മൂത്ത് കൊരമ്പിച്ച് നിൽക്കും. അപ്പോൾ പിന്നെ അതാണ് പറിച്ചിട്ടേ എന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ കുറച്ച് പയറുണ്ട്, പിന്നെ ഒരു വൈതലങ്ങ ഉണ്ട്, മുളകും ഉണ്ട്. പക്ഷേങ്കിൽ മുളക് ഉണ്ടാവണുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ പരിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കുഴിച്ചിട്ടുണ്ടാക്കുമ്പോൾ അതുമെന്ന് പറിച്ചുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാവും അങ്ങനത്തെ ഒരു സന്തോഷം? ഇച്ചുണ്ട് കേട്ടോ. അതങ്ങനെ തന്നെയാണ് എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മളെ വൈതലങ്ങി കൊണ്ട് പോകുന്നേക്കണം കേട്ടോ. ഇത് ഉരുണ്ട വൈതലങ്ങിയാണ് കേട്ടോ. പിന്നെ വൈലറ്റും ഉണ്ടേ, അതിന്മേൽ ചെറുതാണ്. അങ്ങനെ അതൊക്കെ പറിച്ച് കൊണ്ടുവന്ന് നമ്മളെ കുട്ടിക്ക് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ കുക്കറിൽ ചോറ് വെക്കണം കേട്ടോ. അപ്പോൾ അടുപ്പത്ത് തിരിച്ചുവിട്ടിട്ട് ഇപ്പോൾ കുറേ ദിവസം ആയിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ മഴ ആയതുകൊണ്ട് ചോറൊക്കെ ഉണ്ണയാളെ പറ്റങ്ങട്ട് തണുക്കുകയാണ്, ആലുംപായം പോലെയാകുകയാണ്. അപ്പം വൈകുന്നേരം ആകുമ്പോൾ ഈ രാവിലെ വെച്ച ചോറ് ഇവന് 8:30 9 മണിയാകുമ്പോഴത്തേന് പോവും വേണം. അപ്പോൾ അതിന് വെച്ച ചോറല്ല വൈകുന്നേരം ആകുമ്പോഴത്തേന് തണുക്കുകയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 നേരത്തിനായിട്ട് നമ്മളെ കുക്കറിൽ വെക്കുന്നത്. അങ്ങനെ ഇതാക്കണേ. നമ്മളെ മിന്നുട്ടി മദ്രസക്ക് പോയപ്പോഴേ പറഞ്ഞിനി പുളിഞ്ചി മതി. പുളിഞ്ചി എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് പഞ്ചസാരയും കുറച്ച് മുളകും പൊടിയും കുറച്ച് വെള്ളവും പറഞ്ഞിട്ട് കുഴച്ചാണ് വെച്ച് അതുതന്നെയാണ് കേട്ടോ പുളിഞ്ചി. പിന്നെ വേണമെങ്കിൽ ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് കുറുക്കൂട്ടാം ഞാൻ. അങ്ങനെ ഒരിക്കില്ല പാത്രവും കൂട്ടാനും ഒക്കെ ഇട്ട് അങ്ങനെ ഇതാക്കണേ. പിന്നെ ചോറും വെന്ത് ഞാൻ ഓട്ടപ്പാത്രത്തിൽ അങ്ങോട്ട് ഊറ്റിയിടാണ് കേട്ടോ. നമ്മളെ രസം പൊടിയത്തെ അരിയൊക്കെ നല്ല ഉസാറായിട്ട് നോക്കണം, എന്നെങ്കിൽ വേഗം കയറാതെ കിട്ടുള്ളൂ കേട്ടോ. നമ്മളെ ചോറ് ഏതായാലും ഇതുവരെ വേഗം കയറിയിട്ടൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടലുണ്ട്. അപ്പോൾ അതാക്കണം മക്കളൊക്കെ സ്കൂൾക്ക് പോകാൻ വേണ്ടി ബസ് എത്തിക്കാണ് കേട്ടോ. അപ്പോൾ ഓല് പോണത് അങ്ങനെ നോക്കി നിൽക്കണം, അല്ലെങ്കിൽ ഓലിക്ക് വല്ലാത്തൊരു ഇതാണ് കേട്ടോ. കാരണം ഓലിക്ക് ആ പോകുമ്പോൾ ടാറ്റ കിട്ടണം. അപ്പോൾ ഞാൻ ഓലവിടെ ആക്കിയിട്ട് ഞാൻ എന്താട്ടി മീൻ പൊരിച്ചാൽ ചട്ടി അടുപ്പത്താണ് വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ വേഗം മീൻ ആ ചട്ടിയിൽ ഇട്ടിട്ടേന്ന് വിചാരിച്ച് കണ്ടാണ്. അപ്പോൾ ഞാൻ ബസ്സിൽ വരുന്ന ഒച്ച കേട്ടാൽ ഉമ്മച്ചിയെ പോകാട്ടോ ഉമ്മച്ചിയെ പോകാട്ടോ പറഞ്ഞാൽ 10,000 പുളി അവിടെ നിന്ന് വിളിച്ചു. അപ്പോൾ പിന്നെ ഞാൻ മണ്ടി ചെല്ലലാണ് കേട്ടോ. അപ്പോൾ ആ പുളി കേട്ട് ഞാൻ മണ്ടി ചെന്നപ്പോത്തിന് ഇതാക്കണേ ബസ്സൊക്കെ വന്ന് ഒരു ടാറ്റയും ഒരു ഉമ്മയും തന്നെങ്കിൽ ഒരിക്കൽ തീർപ്പതിയാവുള്ളൂ കേട്ടോ പോകാൻ. അങ്ങനെ മക്കളൊക്കെ പോയി കഴിഞ്ഞ് മീനാക്കണ ചട്ടിയിൽ കിടന്ന് പൊരിയുന്നുണ്ട്. അപ്പോത്തിന് ഞാൻ അകം നടിച്ചു വരട്ടേന്ന് കരുതി ചട്ടിയിൽ ഇങ്ങനെ നോക്കിയെന്നോട് നമ്മളെ മീൻ പൊരിഞ്ഞ് കിട്ടൂലല്ലോ. അപ്പോൾ ഒരു പണിയെടുത്ത് കഴിഞ്ഞാൽ ആ പണിയാണ് കഴിഞ്ഞുമല്ലോ. അപ്പം നമ്മൾ അകടിച്ചോരി വരുമ്പോഴത്തേന് മീനാണ് പൊരിഞ്ഞും ചെയ്തോളും. ചട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ കാവൽ എന്നിട്ടൊരു കാര്യമല്ല. അങ്ങനെ മീനൊക്കെ പൊരിച്ച് വാങ്ങി നമ്മളെ കുട്ടിക്ക് പോകാനായപ്പോൾ ഞാൻ എന്താട്ടി ഓൻ്റെ പാത്രത്തേക്ക് ചോറാക്കി കൊടുത്ത് ചാറ് ഇതാക്കണ ഉച്ചക്കും ഉണ്ട്, ചിലപ്പം വൈകുന്നേരത്തിനും ഉണ്ടാവും കേട്ടോ ആ ചാറിനെ. അപ്പം മീൻ ചാറ് പാരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ ആറ്. അപ്പോൾ ഇതാക്കണേ. അപ്പോൾ ഓനോട് ഞാൻ ചോദിച്ചു മീമാണോ ചോദിച്ചപ്പോൾ ഇട്ടളിയും വെച്ചേറ്. അപ്പോൾ അങ്ങനെ ഇതാക്കണ് ഓന് കുറച്ച് ചാറ്റത്തെ പത്തൽ ഇട്ടെടുത്തിക്കണ്. പിന്നെ പൊരിച്ച പത്തലും പാടെ ഇട്ടെടുത്തു. ഇനി കുറച്ചും കൂടി പൊരിച്ചാണ്ട് കേട്ടോ. അങ്ങനെ ഇതാക്കണ് ഓൻ്റെ ചോറ്റും പാത്രം സെറ്റാക്കി. ഇന്ന് ഉപ്പേരിയൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് വൈതലങ്ങമാണെങ്കിൽ വെക്കാം. അങ്ങനെ ഇതാക്കണം. ബാക്കിയുള്ള മീനും പൊരിച്ച് ചട്ടിയിലിട്ടുകണം. ഇനി അതവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് എന്താട്ടണം, നമുക്ക് കുറച്ച് തിരുമ്പിയതൊക്കെ ഉണ്ടേനി. അപ്പോൾ ഇതാക്കണേ നമ്മൾ മുറ്റത്ത് ഇങ്ങനെ നോക്കുമ്പം വെയിലൊന്നും ഇങ്ങനെ എളിച്ചാട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. മാണോ മാണ്ടേ എഴുതി എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് എന്താട്ടിന്നറിയാം. അയലുമല്ലതൊക്കെ ഞാൻ എടുത്തിട്ട് പുറത്ത് തോരട്ടാൽ എന്താണെന്നറിയാം പാറിച്ചാടാണ് മഴ ചുമ്പോൾ കാറ്റടിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഔത്തന്നെ ഒരു അയലിട്ടിക്കാണ് കേട്ടോ. അപ്പോൾ വെയിലറച്ചിട്ട് കണ്ട് ഞാൻ എന്താട്ടി ഒക്കെ ഒന്ന് വലിച്ചെടുത്തിട്ട് നമുക്ക് ഒന്ന് തോരടാം അവിടെ മുറ്റത്ത് ഒന്ന് തോരട്ടാം. അപ്പോൾ നമ്മൾ അയലൊക്കെ കയറ്റി ഇതാക്കണം തോരട്ടിക്കണം. അപ്പോൾ ഓള് ഞാൻ ഇടേണ്ട കണ്ട് പറയാം നിങ്ങളെങ്ങാനും അതവിടെ തോരട്ട് കണ്ടെങ്ങാനും ആ വെയിലെങ്ങാനും പോട്ടെ അപ്പം ഞങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓളാണെങ്കിൽ ഔത്തില്ല മുഴുവനും വാരി വലിച്ച് ഓളും ഇട്ടിക്കണം. കുറേ കോളും ഉണക്കി കൊണ്ടേ വെച്ചിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞേ ഇജ്ജിട്ടപ്പം വെയിലുണ്ടാവും, ഞാൻ ഇടുമ്പോൾ വെയിലില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നങ്ങനെ പറയാം കേട്ടോ. ഞങ്ങൾ ഓരോ വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും
ഭാഗ്യത്തിന് വെയിലൊന്നും പോയില്ല കേട്ടോ. വെയിൽ പോയിട്ടുണ്ടെങ്കിൽ ഓളെ തൊള്ളിയിൽ മുഴുവനും ഞാൻ കേക്കും മാണ്ടീനി. അപ്പോൾ ഓള് പറയാം കുറേയൊക്കെ ഞാനും വെയിലത്ത് ഇട്ട് ഉണക്കി കൊണ്ടുവച്ചിക്കണ് മത്താന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ഇടണീനാലടി എനിക്ക് കുറ്റം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതാക്കണേ നമ്മൾ ബാക്കിയുള്ള തുണികളും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അയലോക്കക്കാരോടൊക്കെ രണ്ട് വർത്താനം പറയുമ്പോൾ ഒരു സന്തോഷം ഒരു സമാധാനമാണ് മക്കളെ. കുറേ പറയണം ചിരിച്ചണം അതൊക്കെ തന്നെയാണ് നമ്മളെ സന്തോഷങ്ങളിലെ. എത്ര കുറേ കുയിന്താട്ടിയിട്ട് ഇങ്ങനെ നിന്നിട്ട് ഒരു കാര്യമല്ല. ഇന്ന് നമ്മൾ ജീവിച്ചു, ഇന്ന് കണ്ടോലെ ചിലപ്പോൾ നാളെ കാണൂലല്ലോ. അപ്പോൾ കുയിന്തും പോരൊന്നുമില്ലാതെ നല്ല സന്തോഷത്തോടു കൂടി ആണ് ജീവിച്ച. ഇന്ന് കണ്ടു അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം. അസ്സലാമു അലൈക്കും.